ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമാണ് പറഞ്ഞാണ് മെയിനായിട്ട് വർക്ക്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്കിതിപ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, പക്ക ഫ്രഷ് ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാനുള്ളൂ. വേരിയേറ്റർ ബോഡി ആയാലും ബെൽറ്റ് ആയാലും ഇതെല്ലാം പുതിയ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല, ക്ലിയറാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് പേപ്പർ കിട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റിങ്ങിലേക്ക് ഇട്ടേക്കാം. ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യമുണ്ട്. പിന്നെ നമുക്കത് ഇരിക്കുന്ന കാർബേറ്റർ അസംബ്ലിയൊക്കെ പുതിയ കാർബേറ്ററാണ്. അപ്പോൾ അത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ചോക്ക് കേബിൾ ഐസെറ്റുകളൊക്കെ ഓക്കെയാണ്. പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കണം. ടയർ ഫിൽറ്ററും പ്ലഗൊക്കെ പുതിയതാണ്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകളൊന്നുമില്ല. ജസ്റ്റ് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വർക്ക് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴായാലും ഫ്രണ്ടിലെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് മതി. വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനും ഓക്കെ തന്നെയാണ് കേട്ടോ. ബ്രേക്ക് ലൈനർ ആയാലും വേറെ പറയത്തക്ക പ്രോബ്ലം ഇല്ല. നമുക്ക് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട്. ബാറ്ററി നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. 2023 ബാറ്ററിയാണ്. അതായത് നമുക്ക് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുണ്ടെന്നു. ജസ്റ്റ് നമ്മളിപ്പോൾ അതിൻ്റെ നോക്കി 2023 മേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 12.5 വോൾട്ട് വരെ ഉണ്ട്. 12.6 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഈ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴും നിലവിൽ ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കാം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒന്നുകൂടി ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. വീണ്ടും സെയിം കംപ്ലയിൻ്റാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഒന്ന് വാറണ്ടിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. വാറണ്ടി പീരീഡ് ഉള്ള ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് വാറണ്ടിയിൽ നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ തൽക്കാലം നമുക്ക് ഏതെങ്കിലും ബാറ്ററി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് വാറണ്ടിയിലേക്ക് അയച്ചു നോക്കാം. അതിന് മുമ്പ് നമ്മളൊന്ന് ബാറ്ററി ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ടെസ്റ്റ് അടിക്കാം. ആ ടെസ്റ്റ് അടിക്കുന്ന സമയത്ത് ഇത് തന്നെ ആയിരിക്കണം അതിൻ്റെ റിസൾട്ട് വരാം. നേരെ മറിച്ച് ഓക്കെ ആണെങ്കിൽ നമുക്ക് അയച്ചാലും കയ്യിലില്ല, കിട്ടില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് ആണോ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്കൊന്ന് ചാർജിലിട്ട് നോക്കാം. ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് കൂടി ഞാൻ പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ പുതിയ ഓയിലാണ് കിടക്കണേ. നമുക്ക് മാറേണ്ട ഒരു ടൈം ആയിട്ടില്ല. അപ്പോൾ ഓയിൽ തന്നെ മതി തൽക്കാലം കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ആ ബാറ്ററിയാണ്. ബാറ്ററിയെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നേരെ മറിച്ച് കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് വാറണ്ടിയിലേക്ക് അയക്കാം. അപ്പോൾ സ്പെയർ ഒരു ബാറ്ററി ഒന്നും വെച്ച് അറേഞ്ച് ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക് പോയി വന്നവരെ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.